ഒരാലോചന വന്നാൽ അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു ഭംഗികേടുണ്ട് കേശവകുട്ടി. അല്ല മാധവ, നമുക്കൊരല്പം സാവകാശം കിട്ടാതെ എങ്ങനെയാ? എന്ത് കാര്യത്തിനാ? ഒന്നാമത് മേപ്പാട്ട് പഠിക്കുന്ന ഒരു ബന്ധുത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടാ തങ്കമ്പിള്ള കരുതിയിരിക്കുന്നത്. ഇന്നത് വേണം, ഇന്നത് കിട്ടിയാലേ ഒക്കൂ എന്നൊരവസ്ഥയൊന്നും അവർക്കില്ലല്ലോ. പിന്നെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത് അതെന്തായാലും ചെയ്തേ ഒക്കൂ. തന്നെയുമല്ല, പഴമനസ്സിൽ തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് എതിർക്കണ്ട കേശവൻകുട്ടി. ഈ മിഥുനം എന്ന് പറയുന്ന ഓപ്പോളുടെ അവധി ഉണ്ടല്ലോ, എനിക്ക് പേടിയാ. ഒരു കാര്യം ചെയ്യാം മാധവ, നമുക്ക് രണ്ടാൾക്കും കൂടെ തങ്കമ്പിള്ള അടുത്തുനിന്ന് പോകാം. കാര്യങ്ങള് നേരിട്ട് പറഞ്ഞുറപ്പിക്കാം. നമ്മൾ രണ്ടാൾ മാത്രം പോരാ, ഊർമിളയും കൂടെ വരണം. അമ്മയുടെ സ്ഥാനം അവക്ക്. ഞങ്ങൾ താമസിച്ചില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതെന്റെ മിസ്സസ് ഭാരതി. നമസ്കാരം. നമസ്കാരം. അത് ശരി, കാര്യത്തോടെടുത്തപ്പോ നമ്മൾ പറഞ്ഞല്ലേ. ഇത് കേട്ടോ മാധവങ്ങൾ പറഞ്ഞത്? അതിന് മാധവുള്ള ചേട്ടനെ ഞങ്ങളെ സ്വന്തം ആളായിട്ടല്ലേ കണക്കാക്കിയിരിക്കുന്നത്. അത് അവസരവാദം. ആ, നീ കേട്ടോ, ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിന്റെ വിവരം അറിഞ്ഞത്. ലീവ് എടുക്കാൻ പറ്റിയില്ല. സാരമില്ല. കാരണവന്മാര് തമ്മിൽ സംസാരിക്കുന്നിടത്ത് ഇവനെന്തിനാ? വയ്ക്കോ. അച്ഛനും മോനും ആണെന്ന് കണ്ടാ തോന്നില്ല. ഫ്രണ്ട്സിനെ പോലെ രണ്ടാളും. അത് ഇവളെ കുറിച്ചും അതെ. കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും അവന്റെ സിസ്റ്റർ ആണോ എന്ന്. അത് കേട്ട് മാൻ അമ്മയെ വിളിക്കെന്തോന്നാ ചേച്ചി. പുതുതായി ഒരു സാധനവും വാങ്ങേണ്ടി വന്നില്ല. തിയാറി പോന്നപ്പോൾ എല്ലാ വീട്ടു സാധനങ്ങളും ഞാനും കൊണ്ടുവന്നു. കംപ്ലീറ്റ് കിച്ചൺ സെറ്റ് വരെ. 10-25 കൊല്ലം പുറത്തായിരുന്നു കൊണ്ടേ ഒരുപാട് സൗകര്യങ്ങൾ ശീലിച്ചു പോയി. മാറ്റാൻ പറ്റുമോ? വേണമെങ്കിൽ ഒരു 10-15 കൊല്ലം കൂടി അബുദാബി തുടരാമായിരുന്നു. പക്ഷെ മിസ്സസിന് ഒരേ ഒരു നിർബന്ധം, ഇങ്ങ് പോരണമെന്ന്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടാ ഇഷ്ടം. പോറിൽ പോയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം പോകാൻ ഒരുങ്ങിയതാ രണ്ടുപേരും കൂടെ. പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ? ഒരു ദിവസം കേശവൻകുട്ടിയെ പിരിഞ്ഞിരിക്കാൻ അമ്മ സമ്മതിക്കില്ല. നാട്ടിൽ വന്നു എന്ന് പറഞ്ഞിട്ടെന്താ? 24 മണിക്കൂർ ഇവിടെ തിരക്ക് തന്നെ. ഇന്നിപ്പോ നിങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയാ പിന്നെ പാതിരാത്രിക്ക് ആളെ കിട്ടൂ. ബിസിനസ്സുകാരികൾ മാത്രമാണെങ്കിൽ പോട്ടെ, അതിനിടെ ഒരു 100 കൂട്ടം പൊതുക്കാര്യങ്ങളാ. ഒന്നും പറയണ്ട. ആ ഒരു കാര്യത്തിൽ ഇവിടെയും ഒട്ടും മോശമല്ല. രണ്ടുപേരും സമന്മാരാ. താനെന്താ കാണിക്കുന്നത്? അതിഥികൾക്ക് കൊടുക്കണം ആദ്യം. അവിടെ വെച്ചിട്ട് പോ, ഞങ്ങൾ ആയിക്കോളാം. പണ്ട് കടയിൽ കൂടെ നിന്നിട്ടുള്ളതാ. ഗതികേട് കാരണം പിടിച്ച് ഇവിടെ നിർത്തിയതാ. എവിടെ കണ്ടില്ലേ? ടേബിൾ മാനേജേഴ്സ് പോലും അറിയില്ല. വിത്താണോ വിത്തൗട്ടാണോ ചോദിക്ക്. മധുരം ആവാം. ഇവിടെ ആവാം. എനിക്ക് ധാരാളം ആവാം. വരൂ. കല്യാണം കഴിഞ്ഞാൽ ഈ മുറി അവർക്കുള്ളതാ. ഞങ്ങൾ അപ്പുറത്തെ ഗസ്റ്റ് റൂമിലേക്ക് മാറും. ജംഗ്ഷൻ അടുത്തൊരു പുതിയ വീട് വെക്കുന്നുണ്ട്. ഇരിക്കൂ. ഊണിന് മുമ്പ് ഒരു അപ്പറ്റൈസർ ആകാം. ഏതാ ബ്രാൻഡ്? ഞാൻ കഴിക്കില്ല. കഴിക്കാറേ ഇല്ല? ഇല്ല. ഓ, ഞാനും കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസിന്റെ ടെൻഷൻ. അല്പം വൈൻ എടുക്കട്ടെ? ഒന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. ഒറ്റയ്ക്ക് കഴിക്കുന്നത് മാനേഴ്സ് അല്ലെന്നറിയാം. പക്ഷെ ലഞ്ചിന് മുമ്പ് ശീലമായി പോയി. മേപ്പാട്ട് പുരയ്ക്കൽക്കാരുമായിട്ട് ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ തറവാടിത്തത്തിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ചിലപ്പോൾ ഒരു അത്യാഗ്രഹമായിരിക്കും. പക്ഷെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളിപ്പോ ആരുടെയും പുറകിലല്ല. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി, ജാതകവും ചേർന്നു, നമ്മളങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാലും കാര്യങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായില്ലെങ്കിൽ
നാളെ ഒരു കാശാഭിഷേകം ഉണ്ടാകരുത്. തങ്കപ്പൻ പിള്ള എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. 5 ലക്ഷം രൂപ ദാവങ്കരിയിലെ മെഡിക്കൽ കോളേജിലെ മേശപ്പുറത്ത് എറിഞ്ഞു കൊടുത്തിട്ടാണ് അന്ന് അവൻ അഡ്മിഷൻ കിട്ടിയത്. മാസാമാസമുള്ള ചെലവ് വേറെയും. ഇപ്പോഴത്തെ കാലത്ത് ഒരുത്തനെ ഡോക്ടറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. ഇപ്പോ മിഷൻ ഹോസ്പിറ്റലാണ് അവൻ വർക്ക് ചെയ്യുന്നതെങ്കിലും ആരുടെയും കീഴിൽ പണിയെടുക്കുന്ന അവന് ഇഷ്ടമുള്ള കാര്യമല്ല. ടൗണിന്റെ സെൻട്രല് കുറച്ച് സ്ഥലം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നാ അവന്റെ ആഗ്രഹം. ബാങ്ക് ലോൺ ഞാൻ വിളിച്ചു പറഞ്ഞ് ശരിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. റെഡി ക്യാഷ് ആയിട്ട് ഒരു 15 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. ആ ഒരു കാര്യത്തിൽ അച്ഛനെ ആശ്രയിക്കില്ലെന്ന് അവരൊരു കടപ്പെടുത്താം. ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്വന്തം കാര്യം നിൽക്കണമെന്നാണല്ലോ. അപ്പോ എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീധനം എന്ന പേരിലൊന്നുമല്ല, എപ്പോഴായാലും സഹോദരിക്ക് നിങ്ങൾ കൊടുക്കേണ്ടതാ. അത് കുറച്ച് നേരത്തെ ആയ ഈ ഒരു നല്ല കാര്യത്തിന് ഉതകും. കേശവൻ നായരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരിച്ച തുകയല്ല. എന്നാലും ഒന്ന് പറഞ്ഞുറപ്പിക്കണമല്ലോ. പിന്നെ ഓർണമെന്റ്സിന്റെ കാര്യം, അതിപ്പോ മേപ്പാട്ട് പുരയ്ക്കൽക്കാരുടെ അവസ്ഥയിൽ കുറഞ്ഞൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. കെട്ടിക്കയറി വരുന്ന വീട്ടിൽ പെണ്ണിനൊരു സുരക്ഷിതത്വം തോന്നണമെങ്കിൽ ഈ ഒരു പിൻബലം വേണം. അതുകൊണ്ടാണല്ലോ കാരണവന്മാർ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് തന്നെ. കൂടുതൽ തരാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ കാശ് മാത്രം നോക്കിയാ പോരല്ലോ. ഏത് അമ്മ നോക്കിയിരിക്കുക. അമ്മ മാത്ര തലവേദനയാ. വണ്ടിയിൽ വെച്ചേ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഇത്തിരി മരുന്ന് വരട്ടി കൊടുക്കട്ടെ? കൊള്ളാം. ഹോണ്ടസ ക്ലാസിക് ഒരെണ്ണം കാരണവർക്ക്, മാരുതി മകന്, എസ് എല്ലാന്നേ ഉള്ളൂ. ഇസൂസ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുള്ളത് ഡ്രൈവർ പറഞ്ഞതാ. ഒപ്പത്തിനൊപ്പം നിന്നില്ലെങ്കിൽ കുഞ്ഞിനാ അതിന്റെ ക്ഷീണം. ചേട്ടനോട് പറഞ്ഞ് ഒരു ടാറ്റ എസ്റ്റേറ്റ് അത് മതി. മരുന്നൊന്നും പുരട്ടിയാ മാറുന്ന തലവേദനയല്ല. എന്നുവെച്ചാ താനോട്ട് ഇരിക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇരിക്കെ. ആ വീടിന്റെ അന്തരീക്ഷവും മറ്റും കണ്ടിട്ട് തനിക്ക് എന്താ തോന്നിയത്? അത് ഞാനിപ്പോഴെന്താ പറയേണ്ടത്? അഭിപ്രായം അറിയാനാ ചോദിക്കുന്നത്. അവളുടെ ഭാവിയുടെ കാര്യ. നമുക്ക് ചേരുന്ന ഒരു ചുറ്റുപാടാണോ അത്? ഇത്രയുമായ സ്ഥിതിക്ക് അങ്ങനെ പറയാനും മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്കൊട്ടും പന്തിയായിട്ട് തോന്നിയില്ല. താൻ തന്നെ പറയേ, ആ അന്തരീക്ഷത്തില് ആ അച്ഛന്റെ അമ്മയുടെ നടുക്ക് നമ്മുടെ മോൾ എങ്ങനെ കഴിയാ? അത് ശരിയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവര് വേറെ ആവില്ലേ താമസം? എന്നാലും ഒരു ബന്ധുത എന്നൊക്കെ പറയാൻ എനിക്കങ്ങോട്ട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കേശവൻകുട്ടി, അമ്മ എന്തിനാ പടികേറി ഇങ്ങോട്ട് വന്നേ? മോൻ എന്തോ തലവേദനയും മറ്റാണെന്ന് പറഞ്ഞു. എന്ത് പറ്റി? ഒന്നുമില്ല, കാറിലിരുന്ന് യാത്ര ചെയ്തിന്റെ. മാറിക്കോളും. കുറച്ച് തുളസിയില പറിക്ക്, അരച്ച് നെറ്റിയിലിട്ടാ മതി. ഈ മരുന്ന് പുരട്ടി കൊടുത്തു അമ്മേ. ആ പോയ കാര്യം എന്തായി? പോയ കാര്യം പോയ കാര്യം കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബോധിച്ചോ? ബോധിക്കായി ഒന്നുമില്ല. എന്നാ പിന്നെ നാളെ തന്നെ മാധുവിനെ ശിവരാമ പണിക്കരുടെ അടുക്കൽ അയച്ച് നാളെ കുറിപ്പിക്കണം. മേട, ഇടവം, മിഥുനം ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇനി അടുത്തൊന്നും ഈ തറവാട്ടിൽ ഒരു കല്യാണം നടക്കാനില്ല. അത് ഓർമ്മ വേണം. നിന്റെ കല്യാണത്തിന് മുന്നിട്ടിറങ്ങാൻ അച്ഛനുണ്ടായിരുന്നു. ഉത്സവം നടത്തുന്ന പോലെ അല്ല കല്യാണം. എല്ലാ കാര്യവും ആ മാധുവിനെ ഏൽപ്പിച്ചിട്ട്
കയ്യും കെട്ടി നിന്നാ പറ്റില്ല. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ആ മോളെ, നീ ഇന്ന് തന്നെ വിവരത്തിന് അച്ഛൻ എഴുതണം. പനിയുണ്ടോ മോനെ? നീ കിടന്നോ കേശവൻകുട്ടി? ഒരുപാട് കാര്യത്തിന് ഓടാനുള്ളതാ. അമ്മേ, വിളിപ്പുറത്തമ്മേ, എല്ലാം ഭംഗിയായിട്ട് നടത്തി തരണേ ദേവി മഹാ. ആ നീ എന്താടി ഇവിടെ ഒളിഞ്ഞെന്ന് കേക്ക്? മേടിക്കും എന്റെ കയ്യിന്ന്. ആ അല്ല പിന്നെ. കൊതിതുള്ളി നിക്ക അമ്മയുടെ മനസ്സ്. ആ, ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ.